എന്താളാ, ഒരു വർഷത്തിന് ശേഷം പുതിയാപ്പിള നാട്ടിൽ വരുമ്പോ ഈ പഴയ ചുരിദാർ ഇട്ടിട്ടാണോ നിക്കണത്? ഇതൊക്കെ മാറ്റി നല്ല ഭംഗിയുള്ള വേറെ എന്തെങ്കിലും ഇടാൻ നോക്കു പെണ്ണേ. ചെക്കൻ ആദ്യമായിട്ട് കാണുമ്പോ കുറച്ച് ഗ്ലാമറൊക്കെ വെച്ചോട്ടെ. ഇതിന്റെ അങ്ങോട്ട് ഇട്ടാലോ? എന്തായാലും ഇതിട്ടിട്ട് വിളിക്കാൻ പോകാൻ റെഡിയാവാൻ നിന്നതല്ലേ. ഇനിയിപ്പോ ആദ്യമായിട്ട് കാണുമ്പോ ഭംഗിക്ക് ഒരു കുറവും വരുത്തണ്ട. ഓക്കെ, എത്രയായല്ലോ? ഇതുവരെ ഇറങ്ങിയില്ല, വിളിക്കണമൊന്നും കണ്ടില്ല. അങ്ങോട്ട് വിളിച്ചു നോക്കിയാലോ? വേണ്ട, ഇപ്പം ഇമ്മയ്ക്ക് എന്താ വിചാരിക്കാം. ഇങ്ങോട്ട് വിളിക്കട്ടെ. ഇമ്മയാണല്ലോ. ഹലോ അമ്മ. ആസി ഇറങ്ങിയ കുട്ടിയെ? ചിലപ്പോൾ ഇറങ്ങിക്കാണുമ്മ, വിളിച്ചിട്ടില്ല. വിളിക്കണതും കാത്തിരിക്കുക ഞാനോ. അപ്പൊ ഇജ്ജ് പോയിട്ടില്ലേ വിളിക്കാനേ? അത് പിന്നെ അമ്മ, എനിക്ക് വൈകുന്നേരം ആയപ്പോതിനെ നല്ല തലവേദന. ഇനിയിപ്പോൾ എയർപോർട്ട് വരെ ഇരുന്നിട്ട് അത് കൂടണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പോയില്ല. അത് ശരി. ഞാനും വിചാരിച്ചേ ഉച്ചക്ക് വിളിച്ചപ്പോൾ ഇജ്ജ് പോവുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പം എന്തേ പറ്റിയെന്ന്. അല്ല, എന്നിട്ടിപ്പോൾ തലവേദന എങ്ങനെയുണ്ട്? അത് മാറി, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അമ്മ. അല്ല, നിങ്ങൾ ഉറങ്ങാറായില്ലേ? ഇപ്പൊ എന്തേ കിടന്നോ? ഇപ്പൊ കിടന്നിക്കണേ. ഞാൻ ഓനെത്തിയോന്ന് അറിയാൻ വേണ്ടിട്ടേ വിളിച്ചു നോക്കിങ്ങാണ്ട് കിടക്കാലോ എന്ന് വിചാരിച്ചതാണ്. അമ്മ, ഇക്ക് വിളിക്കണുണ്ട്, നിങ്ങൾ വെച്ചാലേ ചിലപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാവും. ആയിക്കോട്ടെ, എന്നാ വെച്ചാളെ. ഹലോ അക്ക, എന്തെത്ര വൈകി? എപ്പോഴാ ഇറങ്ങിയത്? ഫ്ലൈറ്റ് ലേറ്റ് ആയിരുന്നു വരുന്നത്. അത് ശരി. ഞാനും വിചാരിച്ച് ഇറങ്ങേണ്ട ടൈം ആയിട്ട് എന്താ വിളിയൊന്നും കാണാത്തെന്ന്. എല്ലാരും വന്നിട്ട് ഈ എന്താ പോരാഞ്ഞു? ഒന്നുമില്ലക്ക. എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്, ഇനിയിപ്പോ നേരിൽ കാണാലോ. ഈ കിടന്നോ, ഞങ്ങൾ എത്താറാകുമ്പോ വിളിക്കാം കേട്ടോ. അതൊന്നും സാരില്ല. എന്തായാലും നിങ്ങൾ വരാണ്ട് എനിക്ക് ഉറക്കം കിട്ടും തോന്നണില്ല. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പൊ വിളിക്കണ്ട്. സമാധാനായത്. അമ്മ വിളിച്ചു വരട്ടെ. ഹലോ അമ്മ, അയക്ക് ഇറങ്ങിക്കണട്ടാ. ഫ്ലൈറ്റ് കുറച്ച് ലേറ്റ് ആയിത്രേ. തന്നെ? എന്തായാലും എത്തിയല്ലോ. അല്ല, ഇനിയിപ്പോൾ എത്ര മണിയാവും പോലും ഇങ്ങോട്ട് എത്താനേ? ഇപ്പൊ 9:30 ആയില്ലേ? ഒരു 11 മണിയാകുമ്പോൾ എന്തായാലും ഇവിടെ എത്തും. ആയിക്കോട്ടെ. ഇജ്ജ് വാതിലൊക്കെ നല്ല അടച്ചാളട്ടാ, ഒറ്റക്കല്ലേ. അല്ല, ഇജ്ജ് എന്തേലും തിന്നിക്കണാ? ഇല്ലമ്മ, ഇവിടെ പത്തിരി ഇറച്ചിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിക്ക വന്നതിന് ശേഷം എല്ലാവർക്കും കൂടി കഴിക്കാം. എന്നാ ആയിക്കോട്ടെ. എന്നാ
ഇമ്മ കിടന്നോളി എന്നാല് ഇപ്പാട് പറഞ്ഞാളിട്ടാ. നിശാന്ത ഞങ്ങൾ നാളെ വരണ്ട്. ആ എന്നാ ആയിക്കോട്ടെ. എന്നാ നാളെ വരുവേണ്ടിട്ടാ. ശരി എന്നാല്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇപ്പോൾ ഇനി ഇപ്പോൾ 9:30 11 11 മണിയാകുമ്പോഴത്തേന് എന്തായാലും എത്തുണ്ടാവും. ആ 10:45 അപ്പോൾ വരും. അപ്പോൾ തന്നെ ഫുഡൊക്കെ ചൂടാക്കി ടേബിളിൽ എടുത്ത് വെക്കട്ടെ. നല്ല വിശന്നിട്ടായിരിക്കും വരും. ഒക്കെ സെറ്റായി. സമയം ഒരുപാടായല്ലോ. എന്തിനാ പോയി കാണാത്തത്? രാത്രി ആയതുകൊണ്ട് ബ്ലോക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇപ്പം എന്താ? ഇമ്മിപ്പം കൂടുതലുള്ളതുകൊണ്ടിട്ട് വിളിച്ചു നോക്കാനും പറ്റില്ല. പന്ത്രണ്ടര മണി കഴിഞ്ഞാലും ഉറപ്പേ. ആ വന്നല്ലോ. സൽമ ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്താ. അപ്പം എടുക്കമ്മ. നമ്മൾ കിടക്കാൻ പോവാണോ? പെട്ടി തുറക്കണ്ടേ? തുറക്കലും അടക്കലൊക്കെ ഇനി നാളെ രാവിലെ ആവാൻ കുഞ്ഞോളെ. എനിക്ക് നാളെ കോളേജിലുള്ളതല്ലേ. പോയി കിടക്കാൻ നോക്ക്. അത് പറ്റൂല. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന് ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുപോകണം. ആ ഇജ്ജ് പോണേൻ്റെ മുമ്പ് ഇജ്ജ് ആദ്യം കൂടി രാവിലെ തുറന്നോ. ഓനും കുട്ടിങ്ങാടൊക്കെ റൂമിലേക്ക് വെച്ചാൽ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റിയിട്ടെ. ആ ചെക്കനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് എനിക്ക് അതൊന്നും പറ്റില്ല. ഇങ്ങനെ നേരിട്ട് വെച്ചപ്പോ ഗ്ലാസ് ചൂടുവെള്ളം എടുക്കാൻ പറഞ്ഞിട്ടില്ല അവിടെ. ഇതമ്മ ചൂടുവെള്ളം. എല്ലാവർക്കും നല്ല വിശക്കുണ്ടാവൂലമ്മ. ഇതൊക്കെ ചൂടാക്കി വെച്ചിക്കണ്. ഞാൻ കഴിക്കാതിരുന്നാലോ? ഇനിയിപ്പോൾ ആര് തിന്നണ്? എല്ലാവരും പള്ളം നിറച്ചും പുറത്തുനിന്ന് തിന്നിക്കണ്. ഇനിയിപ്പോൾ ആർക്കും വേണ്ടി വരില്ല. പുറത്തുനിന്ന് തിന്നേ. അപ്പൊ ഇക്കാക്ക് പത്തിരിയും ബീഫും ഒക്കെ അതിനാ പെണ്ണും ചെക്കനും പറഞ്ഞാൽ കേൾക്കണ്ടേ? കാക്ക വന്നില്ല, ഇനി സമാധാനത്തിൽ തിന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാണ്ട് ഏതോ ഒരു ഹോട്ടലിലും കയറ്റിയിട്ട്
പേരറിയാത്ത എന്തൊക്കെ സാധനങ്ങളാണ് ഓർഡർ ചെയ്ത് വരുത്തിക്കണം. ഏയ് ഇപ്പൊ അതൊക്കെ തിന്നിട്ടാ തോന്നുന്നത്. നെഞ്ഞ് നീറിയിട്ടാണ് നമുക്ക് വെച്ച. അപ്പൊ ഇനി ആർക്കും ഒന്നും വേണ്ടി വരൂല. ഇനിയിപ്പോ ആർക്കൊന്നും വേണ്ടി വരൂല. ഇതൊരു കാര്യം ചെയ്യും, അതൊക്കെ എടുത്ത് നല്ലോണം അടച്ചിട്ടേ ആ ഫ്രിഡ്ജിൽ കണ്ട് വെച്ചാളെ. പഠിക്കണി നല്ലോണം കൂട്ടിട്ടാ. എന്നാ ഞാനൊന്ന് നടു നിർത്തട്ടെ. കയ്യും കാലൊക്കെ വരുത്തായിട്ട് വെച്ച. ശരി, നിങ്ങൾ ഇപ്പോഴും ഓനോട് മുണ്ടി പറഞ്ഞാണ്ടിരിക്കുക. ഓൻ ഇവിടെ തന്നെ ഇല്ലേ? നീ വർത്തമാനം പറച്ചിലൊക്കെ നാളാവാം. ഓനൊന്ന് പോയി കിടന്നോട്ടെ. സരിമോ ആ തോർത്തും തുണിയൊക്കെ എടുത്ത നല്ല ഉറക്കക്ഷീണം. ഇതിന് കുളിച്ചിരുന്ന് കിടന്നുറങ്ങട്ടെ. നമ്മളെ കുട്ടി പോയി കിടന്നോളി. നീ ബാക്കി പറച്ചിലൊക്കെ നാളാവാം. എന്നായിക്കോട്ടെ, ഇപ്പൊ നാളെ കാണാം. കിടന്നോളി. ഒന്നുമില്ല കുട്ടിയെ, നമ്മടെ കുട്ടി കിടന്നോളി. ഞാനേ സൽമാടെ അടുത്ത് ഗ്യാസിനുള്ള ഗുളിക ഉണ്ടായിരുന്നു. അത് ഒന്ന് കുടിച്ചിട്ട് കിടന്നോക്കാച്ചിട്ടാണ്. നെഞ്ഞി വരുത്തായിട്ട് വെച്ച. നിന്റെ അടുത്ത് ഉണ്ടായിരുന്നു ഗുളിക, ഞാൻ നോക്കട്ടെ. കുടിച്ചു. ഇതമ്മ ഗുളിക, ഇതിനൊന്ന് കുടിച്ചാൽ മതിട്ടാ. ജേ, വാതിലടക്കണതിന് മുമ്പ് ഒരു ഗ്ലാസും കൂടി ചുടുവെള്ളം ഉണ്ടാക്കിക്കാ. ഒന്നും കൂടി കുടിച്ചോക്കട്ടെ. ഇത് കുടിച്ചോക്കെ. ഇപ്പൊ എങ്ങനെയുണ്ടമ്മ? മരുന്ന് കുടിച്ചപ്പോ കുറവില്ലേ? ഉളികണ്ട് അണ്ണാക്കി ബോധനാണ് മാറല. അനക്ക് ഉണ്ടാക്കുമ്പോ കുറച്ചധികം വെള്ളം ഉണ്ടാക്കിക്കൂടെ അറിയില്ലേ? അണ്ണാക്കിന്ന് ഇറങ്ങാല്ലേ ഉളിക. എന്നാ ഞാൻ കുറച്ചും കൂടി ഉണ്ടാക്കാം. ഇതമ്മ, ഇതും കൂടി കുടിച്ചോക്കെ. എന്തമ്മ പാട്? വയറിന് ഒരു ജാതി അതൊക്കെ കുട്ടിയെ. അമ്മ കുറച്ച് ചുടുവെള്ളം കുടിച്ചു നോക്കാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഹോസ്പിറ്റലിൽ പോണം? അതൊന്നും വേണ്ട. ഇതേ ഗ്യാസ് കയറിയതാണ്. കുറച്ച് ചുടുവെള്ളം കുടിച്ചിട്ട് കുറച്ചേരം ഒന്ന് ഇരുന്നോക്കട്ടെ.
ഉമ്മാടെ കുട്ടി പോയി കിടന്നോളി, വെറുതെ ഉറക്കം ഒഴിക്കാൻ നിൽക്കണ്ട. നേരെ 1 മണി ആയില്ലേ? ഇക്ക് പോയി കിടന്നോളി. എന്നാ ഞാൻ കുറച്ചേരും കൂടി മാടത്ത് നിന്നിട്ട് വരാം. ചെല്ല്, ഇജ്ജ് പോയി കിടന്നോ, ഇവിടെ ഓളുണ്ടല്ലോ. ചെല്ല്. ഇപ്പൊ എങ്ങനെയുണ്ട് ഉമ്മ? ഇനി ചൂടുവെള്ളറ്റ് വേണോ? വേണ്ട, കുറച്ചേരും കൂടി ഇങ്ങനെ ഇരുന്ന് നോക്കട്ടെ. അവിടെ പോയിട്ട് ഇങ്ങനെ ഏമ്പക്കം വിടുമ്പോഴേ ഇപ്പാൻ്റെ ഉറക്കം പോവും. ഇപ്പോഴും കുറവൊന്നുമില്ലമ്മ? ആ, ഇപ്പൊ നേരെ കുറവൊക്കെ കാണാണ്ട്. ആ, ഇതാകെ ചൂടായിരിക്കണം. ഇത് കുറച്ചും കൂടി ചൂടുവെള്ളം ഉണ്ടാക്കിക്കാ, ഞാൻ റൂമിൽ കൊണ്ടുവച്ചോക്കട്ടെ. ഇതമ്മ, ഞാൻ കുടിച്ചു നോക്കി. മനം പറ്റും പോലെ ഉണ്ട്. കുറച്ചും കൂടി ഇരുന്നോക്കട്ടെ. ഇനിയിപ്പോൾ അവിടെ പോയി കിടന്നാൽ പിന്നെയും ഛർദ്ദിക്കാൻ നിൽക്കേണ്ടി വരും. ഇപ്പോഴും കുറവില്ലെങ്കിൽ എന്നാ ഹോസ്പിറ്റലിൽ പോയി നോക്കണമ്മ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ, ഞാൻ കുറച്ചു നേരം പോയി കിടന്ന് നോക്കട്ടെ. ആ, നിങ്ങൾ കിടന്നോളി. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. നേരെ വെളുത്തിട്ട് മാറിയില്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ അടുത്ത് പോയി നോക്കാം. ഞാൻ കിടന്ന് നോക്കട്ടെന്നാ. ആ ലൈറ്റൊക്കെ കെടുത്തി വാതിൽ നല്ലോണം അടച്ചാളെ. ഉറങ്ങിയോ ഇക്ക? വേണ്ട, നല്ല യാത്രാക്ഷീണം കാണും. പാവം, ഉറങ്ങിക്കോട്ടെ. ഈ തരത്തിലല്ല എങ്കിൽ മറ്റൊരു തരത്തിൽ മുടങ്ങിപ്പോയി എത്രയോ രാത്രികളുടെ കഥ പറയാൻ കാണും ഇതുപോലെ പഴയകാല പ്രവാസികൾക്കും അവരുടെ ഭാര്യമാർക്കും. ആഷിയുടെയും സൽമയുടെയും മറ്റൊരു ദിവസത്തെ മറ്റു വിശേഷങ്ങളുമായി ഇൻഷാ അല്ലാ അടുത്ത എപ്പിസോഡിൽ കാണാം. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാ അടുത്ത എപ്പിസോഡിൽ കാണും വരെ മസ്സലാമ.